പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഒരു വലിയ സാധ്യതകളുള്ള ഒരു രാജ്യമാണ്. വളരെയേറെ തൊഴിൽ മേഖലകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വളരെ മികച്ച രീതിയിലുള്ള ഒരു രാജ്യമാണ്. പല മേഖലകളിലേക്കുള്ള അവസരങ്ങൾ നമുക്കിവിടെയുണ്ട്. അത് പലപ്പോഴും കേരളത്തിലെ കുട്ടികൾ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സിവിൽ സർവീസ്, മെഡിക്കല്, എൻജിനീയറിങ്, അല്ലെങ്കിൽ നമ്മുടെ എയ്റോസ്പേസ് മേഖലകൾ, അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, അതുപോലെ ഇന്നിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലകൾ, വളരെയേറെ മേഖലകൾ ഈ രാജ്യത്തുണ്ട്. ഇതിൻ്റെ എല്ലാം വിദ്യാഭ്യാസം ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്ത് ഈ സ്ഥാപനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, സിവിൽ സർവീസ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളുണ്ട്, അതുപോലെ എയിംസുകളുണ്ട്, ഉന്നത നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സാമ്പത്തിക മേഖലയിലുള്ള കോഴ്സുകളാണ്. അതിനകത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ CA എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നു. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നു. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ CMA എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നു. സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ഒരു കോഴ്സാണ് CA. CAയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്കുള്ള എൻട്രി വളരെ എളുപ്പവും എന്നാൽ എക്സിറ്റ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഒത്തിരിയേറെ സംശയങ്ങളുള്ളൊരു മേഖലയാണ്, ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണെന്നും അല്ലെങ്കിൽ ഒത്തിരിയേറെ സാമ്പത്തിക ഭാരം നിറഞ്ഞൊരു കോഴ്സാണെന്നും ഒക്കെയുള്ളൊരു ധാരണയുണ്ട്. ആദ്യമേ തന്നെ പറയാം, ഈ CA എന്ന് പറയുന്ന കോഴ്സ് പാസ്സാകാനുമായിട്ട് 72,000 രൂപ മാത്രമേ ഏകദേശം 3.5 വർഷം വരുന്ന ഈ കോഴ്സിന് ചിലവായുള്ളൂ. ഈ 72,000 രൂപ തന്നെ അതിൻ്റെ പഠന കാലയളവിൽ സ്റ്റൈഫൻഡ് ലഭിച്ച് നമുക്ക് തിരിച്ചു കിട്ടുന്നതുമാണ്. എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1949 പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു ആക്റ്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആക്ട്. അപ്പോൾ ഈ ആക്ട് ഒരു ചാർട്ടേഡ് എന്നുള്ളൊരു പദവി ചാർട്ടേഡ് അക്കൗണ്ട്സ്മാർക്ക് നൽകുന്നുണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950-ലാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ ആ ഭരണം തീരുന്ന സമയത്ത് നിലവിൽ വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നുകൊണ്ടും ചാർട്ടർ എന്ന് പറയുന്ന ഒരു പദവി രാജകീയമായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവ് കൊടുക്കുന്ന ഒരു പദവിയായിട്ടുമൊക്കെയാണ് കരുതിയിരുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് അന്നത്തെ അക്കൗണ്ടന്റുമാർ പറഞ്ഞു, ഇങ്ങനൊരു ചാർട്ടേഡ് എന്ന് പറയുന്ന ഒരു പദവി അല്ലെങ്കിൽ ഇതിന് നൽകണം എന്നുള്ളൊരു ഇതുണ്ടായി. അതിനനുസരിച്ചാണ് ചാർട്ടേഡ് എന്ന് പറയുന്ന ഒരു പദവി ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ്മാർക്ക് നൽകാൻ കാരണം. അപ്പോൾ ഈ 49 ആക്ട് വന്നതിന് ശേഷം ഇന്ത്യയിൽ 5 റീജിയണൽ കൗൺസിലുകൾ ബോംബെയിലും കൽക്കട്ടയിലും കാൺപൂരും ഡൽഹിയിലും ചെന്നൈയിലുമായിട്ട് ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലും ഈ വിദ്യാഭ്യാസം അന്നേ തന്നെ ആരംഭിച്ചു. കേരളത്തിൽ ഇന്ന് 9 ബ്രാഞ്ചുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്കുണ്ട്. അതിനകത്ത് തിരുവനന്തപുരമുണ്ട്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ബ്രാഞ്ച് ഓഫീസുകളുള്ളത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ നോക്കി അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക, അതിന്മേലൊരു റിപ്പോർട്ട് നൽകുക, ഈ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുക, ഷെയർ ഹോൾഡേഴ്സിന് നൽകുക, പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യയിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യുവാനായിട്ട് അധികാരപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് പദവി അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റിൽ നിന്ന് ലഭിച്ച അവകാശമുള്ള ഏക വിഭാഗം എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ്. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലേക്ക് വരാൻ സാധിക്കുന്നത്? അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ പഠനം നടക്കുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ +2 ശേഷമുള്ള ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇതിന് 4 പേപ്പറുകളുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായതിനു ശേഷം ഈ 4 പേപ്പറുകൾ പാസ്സാകണം. 50% മാർക്കോടുകൂടി ഒരു വിദ്യാർത്ഥിക്ക് ഈ ഫൗണ്ടേഷൻ പരീക്ഷ പാസ്സാകാൻ സാധിക്കും. ഫൗണ്ടേഷന് ശേഷം ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ഈ ഇൻ്റർമീഡിയറ്റിന് 6 പേപ്പറുകളുണ്ട്. പിന്നെ 2 സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളുണ്ട്. ഈ 6 പേപ്പറും ഈ സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളുകളും പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായി. അതിനുശേഷം
2 വർഷം ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിലൂടെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇന്റേൺഷിപ്പ് ട്രെയിനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഒരു CA കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജി പറയുന്ന പോലെ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ്. കാരണം എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് നോക്കി പഠിക്കുകയും അത് ചെയ്ത് പഠിക്കുകയും കണ്ടു പഠിക്കുകയും ചെയ്യാനുള്ള അവസരമാണ് ഈ 2 വർഷം കൊണ്ട് ഒരു CA വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. അപ്പം അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഓഫീസിൽ ഇൻറ്റേർണലായിട്ട് വർക്കുകളാകാം, ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ പോകാം, അവിടെ തന്നെ അക്കൗണ്ട്സിൻ്റെ വർക്ക് ഉണ്ടാകാം, ടാക്സിൻ്റെ വർക്ക് ഉണ്ടാകാം, കമ്പനി ലോയുടെ വർക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വർക്ക് ഉണ്ടാകാം, NRI ടാക്സേഷൻ്റെ വർക്ക് ഉണ്ടാകാം. എന്താണോ ഒരു സാമ്പത്തിക മേഖലയിൽ നടക്കുന്നത് അതെല്ലാം കണ്ടു പഠിക്കുവാനും ചെയ്ത് പഠിക്കുവാനുള്ള അവസരം ഈ 2 വർഷം ഒരു CA കോഴ്സ് ലഭിക്കുന്നു. ഒരു പക്ഷേ CA കോഴ്സിനെ ഇന്ത്യയിലെ മറ്റ് കോഴ്സുകളിൽ നിന്നൊക്കെ വിഭിന്നമാക്കുന്നത് ഈ 2 വർഷത്തെ കമ്പൽസറി ആയിട്ടുള്ള ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് കൊണ്ടാണ്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് ഈ ട്രെയിനിങ്ങിനോടൊപ്പം പഠനവും പൂർത്തീകരിക്കേണ്ടതുണ്ട്. 2 വർഷത്തിന് ശേഷം അവർക്ക് ഫൈനൽ പരീക്ഷ എഴുതി 6 പേപ്പറുകൾ പാസ്സാകാം. അതോടൊപ്പം 2 സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളുകൾ പാസ്സായി കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനുള്ള ഒരു പദവിയിലേക്ക് വരാൻ സാധിക്കും. ഇന്ത്യയിൽ ഏകദേശം 4,10,000-ഓളം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ട്. കേരളത്തിൽ ഏകദേശം 10,000-ഓളം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ട്. എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്കും ഒരു നല്ല ജീവിത നിലവാരം പുലർത്താൻ സാധിക്കുന്നതിന് കാരണം അവർക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ല പ്രാക്ടീസിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല കൺസൾട്ടിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ വിവിധ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ മറ്റ് കോഴ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഈ ഒരു ട്രെയിനിങ്ങിലൂടെയും ഈ ഒരു കമ്പൽസറി ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ വരുന്നതുകൊണ്ടാണ് ആ ഒരു പദവിക്ക് CA എന്ന പദവിക്ക് ഒത്തിരിയേറെ മാനം നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നത്. അപ്പം എവിടെയൊക്കെ CA കോഴ്സ് പഠിക്കാമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. CA കോഴ്സ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പഠിക്കാം, എവിടെ വേണമെങ്കിലും പരീക്ഷ എഴുതാം, എവിടെ വേണമെങ്കിലും ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നവംബറിലും മെയ് മാസത്തിലുമാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. കൃത്യം 1.5 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരും. ഇന്ന് വരെ ഒരിക്കൽ പോലും CA പരീക്ഷ മുടങ്ങുകയോ CA പരീക്ഷയുടെ റിസൾട്ട് വരാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം ഒരു കേന്ദ്രീകൃത രീതിയിലുള്ള സംവിധാനമാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അതിൻ്റെ എക്സാമിനേഷൻ ബോർഡും ബോർഡ് ഓഫ് സ്റ്റഡീസും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അവിടെ നിന്നുള്ള നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എല്ലാ പരീക്ഷകളും നടക്കുന്നതും അതിൻ്റെ ഉത്തരക്കടലാസുകളുടെ നിർണ്ണയം ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഇൻട്രപ്ഷനും ഇതിൻ്റെ എക്സാമിനേഷന് നടക്കാറില്ല. കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും പരീക്ഷാ സെൻറ്ററുകളുണ്ട്. അപ്പോൾ പലരുടെയും ഒരു ചോദ്യമുണ്ട്, ഇത് നമുക്ക് ഡൽഹിയിൽ പഠിക്കാമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറാൻ സാധിക്കുമോ എന്നൊക്കെ. നമുക്ക് കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എറണാകുളത്തേക്ക് മാറി പഠിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചെന്നൈയിലേക്ക് മാറാം, അല്ലെങ്കിൽ ബോംബെയിലേക്ക് മാറാം, ഡൽഹിയിലേക്ക് മാറാം. അതിനെല്ലാമുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം എല്ലാം ഒരു ICAI.org എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അതിൻ്റെ പേപ്പറുകൾ പോവുകയും അതിനുശേഷം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഡൽഹിയിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇതിൻ്റെ എക്സാമിനേഷനെ കുറിച്ച് പറയുമ്പോഴും വളരെ കഠിനമായ പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ ആർക്കും പഠിച്ച് പാസ്സായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പാസ്സായിട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ഒരു ഡെഡിക്കേഷൻ, നല്ലൊരു ഹാർഡ് വർക്കിംഗ് ഇതിൻ്റെ പഠനത്തിന് ആവശ്യമാണ്. നമുക്കൊരു 8 മുതൽ 10 വരെ മണിക്കൂറുകൾ ഒരു ദിവസം ഇതിൻ്റെ പഠനത്തിനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും ഫൈനലും ഒക്കെ നമുക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തിക മേഖലയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റികളുള്ളൊരു മേഖലയാണ് ഈ സാമ്പത്തിക മേഖല എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 25 ലക്ഷത്തിലധികം കമ്പനികളും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ഒക്കെ നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോംബെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 7,000-ഓളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ എടുക്കുമ്പോഴും ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ 25 ലക്ഷത്തോളം കമ്പനികളുടെ കണക്കുകൾ നോക്കണം, അത് ഓഡിറ്റ് ചെയ്യണം, അത് അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കണം, അല്ലെങ്കിൽ അത് ഇൻകം ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കണം, അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾ, അതിൻ്റെ പ്രസൻറ്റേഷൻ നടത്തണം. ഇതെല്ലാം ഒരു സാമ്പത്തിക മേഖലയിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ വിദഗ്ധൻ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതിനകത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അധികാരം നൽകിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കണക്കിൽ ഒരു വിദഗ്ധമായ ഒപ്പീനിയൻ ആവശ്യമുള്ളത് നോക്കുമ്പോഴും ഒരു ബാലൻസ് ഷീറ്റ് സാധാരണക്കാർക്ക് നോക്കുമ്പോൾ
ഇതിൻ്റെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഒന്നും കണ്ടാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കത്തത്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സേവനം എന്താണെങ്കിലും ആവശ്യമാണ്. ഈ ഒരു സേവനം എല്ലാ കമ്പനികൾക്കും ആവശ്യമാണ്. ഇതിനകത്ത് ഓഡിറ്റ് വരാം, അതിനകത്ത് കൺസൾട്ടൻസി സർവീസുകൾ വരാം, ഇൻകം ടാക്സിൻ്റെ വർക്കുകൾ വരാം, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വർക്കുകൾ വരാം. ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു ബാലൻസ് ഷീറ്റ് വരുന്നത്. അപ്പം എന്താണ് ഒരു ബിസിനസ് നടന്നത്, ആ ബിസിനസ്സിനകത്ത് എത്ര രൂപ മുടക്കിയിട്ടുണ്ട്, അതിനകത്ത് എത്ര രൂപയാണ് ലാഭം, എത്ര രൂപയാണ് നഷ്ടം, ഇത് മുടക്കിയ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന്, ഇതിൻ്റെ മുടക്കുകൾ നടത്തിയിരിക്കുന്ന ഓണർക്ക് ഇതിൽ നിന്നും എത്ര ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഓരോ പീരീഡിലും, അതായത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31, ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഞാൻ മുടക്കിയ പൈസയ്ക്ക് എത്ര രൂപ എനിക്ക് ലാഭമുണ്ടായി, എത്ര രൂപ എനിക്ക് നഷ്ടമുണ്ടായി, ഇതിൽ നിന്നും എൻ്റെ ക്യാപിറ്റലിന് എത്ര ശതമാനം റിട്ടേൺ കിട്ടി എന്ന് പറയുന്നത് ഏതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതൊരാവശ്യമാണ്. പലപ്പോഴും ഒരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ കൂടുതൽ പാർട്ട്ണർ ആയിരിക്കാം, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ലക്ഷങ്ങളിലായിരിക്കാം. അപ്പം ഈ ഓരോരുത്തർക്കും ഇതിൻ്റെ കൃത്യമായ ഒരു കണക്ക് ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ മുടക്കിയ ഷെയറിനകത്ത് എനിക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടി, എനിക്ക് ഈ കിട്ടുന്ന ഡിവിഡൻഡ് കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ സുതാര്യമാണോ. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കമ്പനിക്കകത്തേക്ക് കയറി ചെന്ന് അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിശോധിക്കാനോ, അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കുവാനോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഗൽ സൈഡോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സൈഡോ അതിൻ്റെ ഒരു ആക്യുറസിയോ കറക്റ്റ്നെസ്സോ അതിൻ്റെ ഒരു ഇൻ്റഗ്രിറ്റി ഒന്നും പരിശോധിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. കാരണം പലപ്പോഴും കമ്പനികൾക്ക് നിരവധിയായ ലൈൻ ഓഫ് ബിസിനസ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, അവർ ഫയൽ ചെയ്യുന്ന റിട്ടേൺസ്, അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ കൊടുക്കുന്ന റിട്ടേൺസ്, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ കൊടുക്കുന്ന റിട്ടേൺസ്, അല്ലെങ്കിൽ ബാങ്കുകളിൽ സമർപ്പിക്കുന്ന സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല. കാരണം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അത് വെറും ഒരു ഓഡിറ്റിംഗ് അല്ല, ഓരോന്നിനും കൃത്യമായ നിയമ സംഹിതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്നത് ഇൻകം ടാക്സിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി ചേർത്തിരിക്കുന്ന നമ്മുടെ ഒരു ആക്റ്റാണ്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്, 2013 ഉണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്ന അമെൻഡ് ചെയ്ത് 2013 വന്നു. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിന് ഇതുകൊണ്ട്, അതുപോലെ അക്കൗണ്ടിങ്ങിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തൊക്കെ അക്കൗണ്ട്സുകൾ എവിടെയായിരിക്കണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഇറക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്. ഇനി അതിനകത്ത് തന്നെ ഇന്ന് ബിസിനസ്സുകളെല്ലാം ലോകവ്യാപകമായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇന്ന് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ നമ്മുടെ ഗാറ്റ് കരാറുകളും ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ്സുകളൊക്കെ എല്ലാ രാജ്യങ്ങളും, ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ അത്രയും രാജ്യങ്ങളിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്നതാണ്. നമ്മൾ ലോകോത്തര ബ്രാൻഡുകളായ നമ്മുടെ വോഡാഫോണോ, അല്ലെങ്കിൽ നമ്മളുടെ ടെസ്ലയോ, അല്ലെങ്കിൽ ടാറ്റയോ, അല്ലെങ്കിൽ കാറുകളായിക്കോട്ടെ, ഹുണ്ടൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹോണ്ട ആയിക്കോട്ടെ, എന്ത് ബിസിനസ്സും ഇവൻ നെസ്ലെ, ഇതെല്ലാം വിവിധങ്ങളായ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവിടുത്തെ അക്കൗണ്ടിങ് രീതികൾ വ്യത്യസ്തമായിരിക്കാം, അവിടുത്തെ ഇൻകം ടാക്സുകൾ വ്യത്യസ്തമായിരിക്കാം. ചില രാജ്യങ്ങളിൽ ടാക്സ് കൂടുതലുണ്ട്, ചില രാജ്യങ്ങളിൽ ടാക്സ് കുറവുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരു ക്രോഡീകരിച്ച ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പൈസ കൃത്യമായിട്ടും അത് ഈ ബിസിനസ്സിലേക്ക് മുടക്കുകയും അതിനകത്തുനിന്ന് ഏതൊരു ഇൻവെസ്റ്ററും ആഗ്രഹിക്കുന്ന പോലെ ആ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകണം, ആ ബിസിനസ്സിന് റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പഠിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത പ്രൊഫഷണൽസ് ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം ദീപിക ദിനപത്രത്തിൽ എഴുതിയിരുന്നു. അതായത് കൊമേഴ്സ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്തേരെയുണ്ടെന്ന്. നമുക്കറിയാം സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ രാജ്യഭരണത്തിന് വേണ്ടി പ്രൊഫഷണലുകളെ, ഇപ്പോൾ ഓരോ മേഖലയിലും ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനൊരു നല്ല ഡോക്ടർ വേണം, അല്ലെങ്കിൽ അവിടുത്തെ PWD കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് എഞ്ചിനീയർ വേണം, അല്ലെങ്കിൽ അവിടുത്തെ IT മേഖല കൈകാര്യം ചെയ്യണം അതിനകത്ത് മികച്ചവരായിരിക്കണം, അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യണമെങ്കിൽ അഡ്വക്കേറ്റ്സ്മാരായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഇതിനകത്ത് ഈ രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു CEOയെക്കാളും കൂടുതൽ ശമ്പളം നേടുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ രാജ്യം നിഷ്കർഷിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ രാജ്യത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ സിറ്റിസൺസിന് നല്ല സേവനങ്ങൾ ലഭിക്കണം, അതോടൊപ്പം തന്നെ അവരുടെ രാജ്യം ഉന്നതമായിട്ട് ഡെവലപ്പായിട്ട് ഇതൊരു ജോലിയായിട്ട്, പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ രാജ്യഭരണം എന്ന് പറയുന്നത് ഒരു ജോലിയായിരിക്കണം. അപ്പോൾ എത്രയാണോ ഒരു CEO അവിടുത്തെ
കമ്പനിയിൽ ലഭിക്കുന്ന ഒരു സിഇഒയ്ക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കാളും 10 ഇരട്ടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് ഒരു കറപ്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പം അവരുദ്ദേശിക്കുന്ന ഒരു ഭരണം എന്ന് പറയുന്നത് എക്സ്പേർട്ടുകൾ അവരുടെ രാജ്യം ഭരിക്കണമെന്നുള്ള എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിലും വരുമ്പോഴും അതിന് പഠിച്ചവരായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. നമുക്കറിയാം ബജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഒക്കെ ഒരു വലിയ എക്സസൈസ് ആണ്. ഒരുപക്ഷെ നമ്മുടെ ധനകാര്യമന്ത്രി വന്നത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ധനകാര്യമന്ത്രിയെയും ആ ഒരു പെട്ടിയെയും അല്ലെങ്കിൽ ആ ഒരു ഫയലിനെയും വെക്കണം. പക്ഷേ അതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് വ്യക്തികളുടെ, ആയിരക്കണക്കിന് ഡിപ്പാർട്ട്മെന്റുകളുടെ നിരന്തരമായ അധ്വാനമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ കുറച്ച് ഫിഗറുകളിലേക്ക് അല്ലെങ്കിൽ കോടികളിലേക്ക് അല്ലെങ്കിൽ ബില്യൺസിലേക്കൊക്കെ പകർത്തി എഴുതുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും ആയിരം ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷനുകളും സംസ്ഥാനങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 30 സംസ്ഥാനങ്ങളും ഏകദേശം 5 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു നാഷണൽ ടെറിട്ടറിയും ഒക്കെയുള്ള ഒരു രാജ്യത്ത് അതിനകത്തുള്ള ഉപ ഡിപ്പാർട്ട്മെന്റുകളും കോർപ്പറേഷൻസുകളും പഞ്ചായത്തുകളും ഒക്കെ കണക്ക് കൂട്ടിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ബജറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളൊക്കെ അറിയാം, നമ്മളൊരു വീടിൻ്റെ ബജറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലബിൻ്റെ ബജറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒക്കെ ബജറ്റിലേക്ക് വരുമ്പോൾ എത്രയോ നിർണായകമായ കാര്യങ്ങൾ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, നിർണായകമായ തീരുമാനങ്ങൾ അതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ട് ആ ബജറ്റിങ്ങിലേക്കൊക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കിലേക്ക് വരണമെങ്കിൽ അവിടെ നല്ല ഒരു റിസർച്ച് നടക്കണം, നല്ലൊരു സ്റ്റഡി നടക്കണം. ഈ നല്ല ഒരു സ്റ്റഡി നടക്കണമെങ്കിൽ അതിനകത്ത് ചേർത്തിരിക്കുന്ന ആളുകൾ മിടുക്കരായിട്ട് ആളുകൾ, ഞാൻ മിടുക്കരെന്ന് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് വിദ്യാഭ്യാസ ആ മേഖലയിൽ വിദഗ്ധരായ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ആഡ് ഓൺ ബജറ്റ് വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അഡീഷൻസ് വരുന്നു, പലപ്പോഴും ബജറ്റിനകത്ത് കയറാതെ വരുന്നു. അപ്പം ആ മേഖല ഒരു നല്ല ആളുകൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് നല്ല രാജ്യമുണ്ടാകുന്നത്. നല്ല രാജ്യമുണ്ടാകുമ്പോഴാണ് നല്ല സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. സംസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ ജില്ലകൾ വരികയും പഞ്ചായത്തുകൾ വരികയും കോർപ്പറേഷൻ വരികയും നമ്മുടെ രാജ്യം ഒരു ഡെവലപ്മെന്റൽ രീതിയിലേക്ക് മാറുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് മേഖലയിലാണെങ്കിലും അവിടെ നല്ല വിദ്യാഭ്യാസമുള്ളവർ കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും പരിതപിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വാട്ടർ അതോറിറ്റി റോഡുകൾ കുത്തിപ്പൊളിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഇത് പഠിച്ചിട്ട് ഇതിനൊരു പ്ലാനിങ്ങോടുകൂടി ചെയ്യാൻ സാധിക്കുന്നില്ലേ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയും PWDയും കൂടെ ഒരുമിച്ച് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ, അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമ്മൾ പലപ്പോഴും ഇത് കുത്തിപ്പൊളിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മളെല്ലാത്തിനെയും അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്, ഗവൺമെന്റ് ഇതെല്ലാം ചെയ്യും. അപ്പൊ ഗവൺമെന്റിനകത്ത് ആരാണുള്ളത്? രാഷ്ട്രീയക്കാരാണോ ഉള്ളത്, അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസമുള്ളവരാണോ? വിദ്യാഭ്യാസമുള്ളവർ അകത്തിരുന്നെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ വിദഗ്ധമായിട്ട് ഒരു സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. സാമ്പത്തിക മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്, ഈ ബജറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ കറക്റ്റ്നെസ് പൊതുജനങ്ങളിലേക്കും ഗവൺമെന്റിലേക്കും ഒക്കെ എത്തിക്കുന്നതിലൂടെ ഗവൺമെന്റിന് കൃത്യമായ ടാക്സ് ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് എല്ലാ മേഖലയിലും പോലെ തന്നെ സാമ്പത്തിക മേഖലയിലും ആഗോളവൽക്കരണം നടന്നു കഴിഞ്ഞു. കാരണം ഇന്ന് ഒരു മിക്സഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ എല്ലാ രാജ്യങ്ങളിലും പോയി ജോലികൾ ചെയ്യുന്നു. ഇന്ന് പോകാതെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് സ്പേസ് ഷെയറിങ് നടക്കുന്നു, വർക്ക് അറ്റ് ഹോം നടക്കുന്നു. കോവിഡിന് ശേഷം ഈ വർക്ക് അറ്റ് ഹോമും വർക്ക് സ്പേസ് ഷെയറിങ്ങും അല്ലെങ്കിൽ വീടിനടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു രീതികളൊക്കെ ഒത്തിരിയേറെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ സൈബർ പാർക്കുകളൊക്കെ പോയി വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീടുകളുടെ അടുത്തും ഒക്കെ ചെറിയ ചെറിയ മുറികൾ എല്ലാവരും വർക്ക് സ്പേസ് ഷെയറിംഗ് ആക്കുന്നു. വീട്ടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്റർനാഷണൽ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ കുട്ടികളെ അല്ലെ പ്രൊഫഷണൽസിനെ ആക്കിയെടുക്കുന്നത് അവരുടെ ആഗോള രീതിയിലുള്ള സർട്ടിഫിക്കേഷനും അവരുടെ ആഗോള രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസുമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തിൽ ഇന്ന് സാമ്പത്തിക മേഖലയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്രോഡീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനകത്ത് ഈ ഗ്യാപ്പും ഇന്റർനാഷണൽ അക്കൗണ്ടിങ്ങും ഒക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ച ഒരു വിദ്യാർത്ഥിക്കും കാനഡയിലെ ഒരു പേപ്പർ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ട് ആകാം. അതുപോലെ ഓസ്ട്രേലിയയിലെ ഒരു പേപ്പർ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ CPA ആകാം. UK ഒരു പേപ്പർ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൻ്റെ മെമ്പർ ആകാം. സിംഗപ്പൂര് പോയി 6 മാസം താമസിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പം ഇന്ത്യയിലെ CA കോഴ്സിൻ്റെ ഒരു കാഠിന്യവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠന രീതികളും ട്രെയിനിങ് രീതിയും ഒക്കെ കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഗോള രീതിയിലുള്ള അംഗീകാരങ്ങൾ ഈ ബോഡിക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇന്ന് കോട്ടയത്ത് ഇരുന്നുകൊണ്ടും കൊച്ചിയിൽ ഇരുന്നുകൊണ്ടും അല്ലെങ്കിൽ ചെറിയ നാടായ വാരാപ്പുഴ ഇരുന്നുകൊണ്ടും ഒക്കെ നമുക്ക്
അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ വർക്കുകൾ ചെയ്യാനും നമുക്ക് നമ്മുടെ കൺസൾട്ടൻസി ഫീസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഫീസോ ഒക്കെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ഇങ്ങോട്ട് വരാനും ഒക്കെ നേടാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇതിന് നമ്മളെ പ്രാപ്തരാക്കണമെങ്കിൽ നമ്മൾ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ CA കോഴ്സിൽ തന്നെ പഠിച്ച് നല്ല ട്രെയിനിങ് നേടി ഇതുപോലെയുള്ള മറ്റ് സർട്ടിഫിക്കേഷനുകളൊക്കെ നേടുമ്പോൾ ഒരു ഇംഗ്ലണ്ടിലെ ചാർട്ടേഡ് അക്കൗണ്ടിൽ ലഭിക്കുന്ന സെയിം ആനുകൂല്യങ്ങൾ, പ്രയോറിറ്റികൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ ചാർട്ടേഡ് അക്കൗണ്ട് ലഭിക്കുന്ന പോലുള്ള പ്രയോറിറ്റിയും സേവനങ്ങളും ഒക്കെ നമുക്ക് നൽകാൻ സാധിക്കുന്നു. അപ്പം മുൻപ് സൂചിപ്പിച്ച പോലെ തൊഴിൽ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പണ്ട് ഒരു 10 to 5 ജോലി, അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറെന്നോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിലെ സെക്രട്ടേറിയറ്റിലെ ജോലി എന്നൊക്കെ പറയുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ നമ്മളൊരു 24-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്നു, 55 or 58 വയസ്സ് റിട്ടയർമെൻറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതികളൊക്കെ ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് റിട്ടയർമെൻറ്റ് പറയുന്ന ഒരു കാര്യമില്ല. പണ്ടൊക്കെ ആൾക്കാർ പെൻഷനെ ഡിപ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ആ ആർജിച്ചെടുത്ത സേവനങ്ങളൊക്കെ നന്നായിട്ട് പ്രയോഗിക്കപ്പെടേണ്ട ഒരു കാലം വരുമ്പോൾ കമ്പൽസറി ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ആ മുൻപോട്ടുള്ള ജീവിതം ഒരുപക്ഷെ അവർ പെൻഷനിലൂടെ ഒതുങ്ങിക്കൂടുകയും അല്ലെങ്കിൽ നമ്മൾ ഇനി ഒന്നും കൊള്ളാത്തവരാണെന്നുള്ള ചിന്ത അവരിലേക്ക് വരികയും അവർ വെറുതെ അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് അത് മാറി ഈ ആഗോള സർട്ടിഫിക്കേഷനുകളും ആഗോള ക്വാളിഫിക്കേഷനും ഒക്കെ വരുന്നതുകൊണ്ട് അവർക്കൊരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ സാമ്പത്തിക മേഖലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഈ നെറ്റ്വർക്കിലൂടെയും നെറ്റിലൂടെയും ഒക്കെ ഫയലുകൾ യഥേഷ്ടം കൈമാറാവുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും അറിയാം, അമേരിക്കയിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വർക്കുകൾ കേരളത്തിലിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒത്തിരിയേറെ പ്രയോജനമുണ്ട്. കാരണം അവരുടെ തൊഴിൽ മേഖലയിലെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അക്കൗണ്ടിങ് മേഖലയിലെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ലാഭമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് എന്താണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം അമേരിക്കയിലെയും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ വർക്ക് നമുക്കിവിടെ ലഭിക്കുമ്പോഴും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ വർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഫാമിലി മാനേജ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നാട്ടിലേക്ക് ആ സമ്പത്ത് വരുമ്പോൾ നമ്മുടെ നാടിനുള്ള ഒരു സാമ്പത്തികമായ പുരോഗതി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം +2 കഴിഞ്ഞതിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞപ്പോൾ അവൻ 1 വർഷമായിട്ട് വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അവന് UK പോയി നേഴ്സിംഗ് പഠിക്കാനായിട്ട് 60 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെടുത്തി. ഈ 60 ലക്ഷം രൂപ നേഴ്സിങ്ങിന് ഫീസ് കൊടുക്കുന്ന ഈ വിദ്യാർത്ഥി അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്തും അല്ലെങ്കിൽ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞുമൊക്കെ എന്ന് ഇത് റീപേ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പം ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു നല്ല കോഴ്സ് പഠിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ, അതായത് ഇപ്പം ലോകത്തിൽ ഇന്ന് 1ാം സ്ഥാനം പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിൽ തന്നെ എത്രയോ അവസരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചു, ഇന്ന് 1ാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ കുറഞ്ഞു. നമ്മുടെ ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാരില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമ്പത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുള്ളവർ കയ്യേറിക്കൊണ്ടിരിക്കുന്നു. അപ്പം സാമ്പത്തികമായ ഒരു അപജയം നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മുടെ നാട്ടിലെ നിരവധിയായ തൊഴിലവസരങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിരവധിയായ എൻ്റർപ്രന്യൂർഷിപ്പ് സ്ഥാപിക്കുക, നിരവധിയായ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അല്ല നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും വർഷങ്ങളായിട്ട് നമ്മുടെ ആളുകൾ നേടിയെടുത്ത അല്ലെങ്കിൽ ആർജിച്ചെടുത്ത സംസ്കാരവും സമ്പത്തും ഒക്കെ ഒരു ദിവസം പെട്ടെന്ന് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുക, ഗ്ലോബൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക, സമൂഹത്തിന് ഗുണമുള്ളവർ, അതായത് നമ്മുടെ ഫാമിലിയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിച്ചുകൊണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാടിന് വലിയൊരു സംസ്കാരമുണ്ടെന്ന്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാൻ സാധിച്ചു. അതിനകത്ത് മഹാരാഷ്ട്രയിലെ ഒരു ചേച്ചി അവരുടെ നാട്ടിൽ പോയി ഒരു 4 കെട്ട് അവിടെ നിർമ്മിക്കുകയുണ്ടായി. കാരണം അവർ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും നല്ലൊരു സംസ്കാരമുള്ള ഒരു ജനത എന്ന് പറയുന്നത് കേരളമാണ്. അപ്പം അതിൻ്റെ രീതിയിലുള്ള ഒരു 4 കെട്ട് എൻ്റെ നാട്ടിലും നിർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം മറ്റ് രാജ്യങ്ങളും മറ്റ് നാട്ടുകാരും ഒക്കെ നന്നായിട്ട് പുകഴ്ത്തുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നമുക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഒരു വലിയ ഘടകമാണ്. നമ്മൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി തങ്ങളുടെ ഒരു കരിയർ സെലക്ഷൻ നടത്തുന്നത് ഒരു 10 മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. മുൻപൊക്കെ അതൊക്കെ +1 ശേഷവും +2 ശേഷമാണെങ്കിൽ ഇന്ന് കുട്ടികളുടെ അവർക്ക് സ്വതന്ത്രമായിട്ട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ ലഭിക്കുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അവർക്കുള്ള പരിജ്ഞാനവും ഒക്കെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ
3ലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കരിയർ ഡിസിഷൻസ് എടുക്കുകയാണ്. അപ്പം ഞാൻ മുൻപ് സൂചിച്ചതുപോലെ കൊമേഴ്സ് ഇന്ത്യയിലെ ഒരു മികച്ച കരിയർ മേഖലയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിന് ശേഷം പോകുന്ന 3 മേഖലകൾ എന്ന് പറയുന്നത് സയൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് പോകാം. സയൻസിൽ തന്നെ മാത്സും ബയോളജിയും ഒരു മേഖലയായിട്ട് പോകാം. 4ാമതായിട്ട് പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കൊമേഴ്സാണ്. ഒരുപക്ഷെ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ വരണമെങ്കിൽ പലപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു അറിവ് സ്കൂൾ തലത്തിൽ ലഭിക്കുന്നില്ല. കാരണം സ്കൂൾ തലത്തിൽ സയൻസും അല്ലെങ്കിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഒരു സാമ്പത്തിക മേഖല, എന്താണ് എന്റർപ്രണർഷിപ്പ്, എങ്ങനെയാണ് ലാഭനഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബേസിക് ധാരണ പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ ലഭിക്കുന്നില്ല. അപ്പോൾ കുട്ടികളുടെയൊക്കെ മുന്നിൽ ആകെ കൂടുതലായിട്ട് വരുന്നൊരു ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡോക്ടറാകണം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആകണം, എനിക്കൊരു ടീച്ചറാകണം. അപ്പോൾ ഒരു സാമ്പത്തിക മേഖലയിലെ മികച്ച പ്രൊഫഷണലിലേക്ക് കടന്നു വരാൻ പലപ്പോഴും അവരുടെ ഉള്ളിൽ ലഭിക്കാത്തൊരു അറിവ് മൂലം അവർ പലപ്പോഴും ഈ മേഖലയിൽ നിന്നും അകറ്റപ്പെടുകയാണ്. ഒരുപക്ഷെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന 90% വിദ്യാർത്ഥികൾക്കും ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ പരിസരത്തോ ആരെങ്കിലും ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ട് ആയോ, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആയോ, കോസ്റ്റ് അക്കൗണ്ട് ആയിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മേഖലയിലേക്ക് പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് തലത്തിൽ ഇതിനൊരു സംവിധാനം ആവശ്യമാണ്. സ്കൂൾ തലത്തിൽ കുട്ടികളെ കൊമേഴ്സ് കൂടെ, അത് നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ ഹിന്ദി പഠിക്കുന്ന ഒരു നേരത്തെ രീതി എന്ന് പറഞ്ഞ പോലെ സ്കൂളുകളിലും കോമേഴ്സിന് ഒരു സബ്ജക്റ്റ് 5ാം ക്ലാസ് മുതലെങ്കിലും പ്രാബല്യത്തിൽ വന്നാൽ അവർ ഭാവിയിലേക്ക് വരുമ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവുന്ന സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആവുന്ന സ്വപ്നം കാണുന്നു, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ RBI ഗവർണർ മുതലുള്ള പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വരുന്നതായിട്ട് സ്വപ്നം കാണുന്ന ഒരു രീതി വരണമെങ്കിൽ അവർ ചെറുപ്പത്തിലെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മുടെ ചൈനയും നമ്മുടെ അമേരിക്കയും ഒക്കെ ഒളിമ്പിക്സിലൊക്കെ നിരവധിയായ മേഖലകളിൽ സ്വർണ്ണങ്ങൾ വാരിക്കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്തിന് ഇത് സാധിക്കാതെ വരുന്നത്? അവർ ചെറുപ്പകാലത്ത് തുടങ്ങി, അതായത് 2 വയസ്സ് 3 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് നല്ല ട്രെയിനിങ്ങൾ കൊടുക്കുന്നു, കമ്പൽസറി ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. അങ്ങനെയാണ് ഒരു പക്ഷേ അവർ ആ മേഖലയിലേക്കുള്ള എക്സ്പേർട്ടായി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പകാലം തുടങ്ങിയ സ്കൂളുകളിൽ നിരവധിയായ ട്രെയിനിങ്ങുകൾ നൽകേണ്ടത് ആവശ്യമുണ്ട്. നമ്മളൊരു നല്ല വ്യക്തിയെ കണ്ടു വളരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു പൊസിഷനിലേക്കൊക്കെ വരുന്നത് നമ്മളുടെ മനസ്സിലൊരു റോൾ മോഡൽ വരുമ്പോഴാണ്. അപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെയും നമുക്ക് എന്റർപ്രണർഷിപ്പിലേക്ക് വരണമെങ്കിൽ നല്ല ആളുകൾ സ്കൂളിലേക്ക് കടന്നു വരണം. സ്കൂളിൽ വന്ന് നല്ല ചർച്ചകൾ, എങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്, എന്തൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ, എങ്ങനെയാണ് ഞാൻ അതിനെ തരണം ചെയ്തത്. അപ്പം ഇത് എന്റർപ്രണർഷിപ്പ് മാത്രമല്ല, സാമ്പത്തിക മേഖലയിലുള്ള പ്രൊഫഷണൽസ് എങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്, എന്തൊക്കെയാണ് എനിക്ക് ലഭിച്ച അവസരങ്ങൾ, എന്തൊക്കെയാണ് എനിക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ എന്ത് നേട്ടമാണ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നെനിക്ക് പറയാൻ സാധിക്കണം. അപ്പം നമുക്ക് കുട്ടികളുടെ മനസ്സുകളിലേക്ക് ആശയങ്ങൾ കടത്തി വിടണമെങ്കിൽ ചെറുപ്പകാലം തന്നെ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് പണ്ട് എക്സിബിഷനുകൾ ഉണ്ടായിരുന്നു, ശാസ്ത്ര എക്സിബിഷനുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സയൻസ് എക്സിബിഷനുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് യൂത്ത് ഫെസ്റ്റിവലുകൾ, ആർട്സ്, സ്പോർട്സ് എല്ലാം സംയോജിതമായിട്ട് കൊണ്ടു നടന്നൊരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നമ്മൾ പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്, കേരളത്തിൽ എന്റർപ്രണർഷിപ്പുകൾ വരുന്നില്ല, അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ വരുന്നില്ല. ഗുജറാത്തിൽ കൂടുതൽ വരുന്നത് സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ എന്റർപ്രണർഷിപ്പിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വിവിധ വശങ്ങളിലേക്കൊക്കെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ കുട്ടികൾ അത് കണ്ടു വളരണം. ഇങ്ങനൊരു അവസരമുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ സ്കൂളിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കുന്നു, പുതിയ മേഖലകൾ തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെയൊരു മേഖലയുണ്ട്, നാളെ ഞാനും വലുതാകുമ്പോൾ എനിക്കൊരു എന്റർപ്രണർ ആകണം, എനിക്ക് സാമ്പത്തിക മേഖലയിൽ വിദഗ്ധനാകണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം, ആ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകണം, ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാകാം. അപ്പം പല മേഖലകളിൽ നിന്നുള്ള ഐഡിയാസ് നമ്മൾ സ്കൂളിൽ ചെന്ന് വിദ്യാർത്ഥികൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർ ആ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുകയും, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള റിസൾട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇന്റർനെറ്റ് എല്ലാവർക്കും സുലഭമായിട്ട് ഉണ്ട്. അപ്പം ഒരു ചെറിയ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ മേഖലകളിലേക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ കാളകെട്ടി സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തി. ഏകദേശം 6000-ഓളം കുട്ടികൾ അവിടെ വന്നു. 25-28ഓളം പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ വന്നു. അവർക്ക് നല്ല ആശയങ്ങൾ കൊടുക്കാൻ സാധിച്ചു. അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അതിനൊരു വലിയ മാർഗനിർദ്ദേശം തന്നു. കോട്ടയം ജില്ലയിലെ ഏകദേശം നല്ല വിദ്യാർത്ഥികളെല്ലാം അവിടെ വരികയും അവിടെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള ഐഡിയ കൊടുത്തു, മെഡിക്കലിനെ കുറിച്ചുള്ള ഐഡിയ കൊടുത്തു,
കമ്പനി സെക്രട്ടറിയെ കുറിച്ചുള്ള ഐഡിയ കൊടുത്തു, IAM എന്നുള്ള പ്രൊഫഷണൽ വന്നു, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ആളുകൾ വന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് എന്നുള്ള ആൾക്കാർ, എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വരികയും അപ്പോഴാണ് നമ്മുടെ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ മനസ്സിലായത്, ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന വിദേശമല്ല, ഇവിടെയും ഒത്തിരിയേറെ തൊഴിലുകൾ അവൈലബിൾ ആണ്, നമ്മളുടെ കോട്ടയത്തും അല്ലെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനുള്ള സാധ്യതകളുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. ഇന്ന് CA കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കടന്നു വരാവുന്നതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് CA കോഴ്സിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷേ അവർക്ക് ഫൗണ്ടേഷൻ പരീക്ഷ എഴുതണമെങ്കിൽ 12ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വർഷം നഷ്ടപ്പെടാതെ മാർച്ച് മാസത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് ജൂൺ മാസത്തിൽ നടക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം 4 പേപ്പറുകളാണ് ഇവരിത് പാസ്സാകേണ്ടത്. ഈ 4 പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഇൻ്റർമീഡിയറ്റിലേക്ക് ഇറക്കാൻ സാധിക്കും. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന പേരിൽ നടത്തുന്നുണ്ട്. എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ, എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷകൾ. പലപ്പോഴും ഇതിനകത്തൊക്കെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പലപ്പോഴും തോറ്റ വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, ഇതൊരു ബുദ്ധിമുട്ടുള്ള കോഴ്സാണെന്നൊക്കെ പലപ്പോഴും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ ഇതിൽ നിന്നൊക്കെ അകന്നു മാറുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ കോഴ്സ്, എന്താണ് ഇതിൻ്റെ സാധ്യതകൾ, എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷകൾ. അപ്പോൾ ഏത് കോഴ്സിലേതുപോലെ അതിനകത്തൊരു കഠിനാധ്വാനം അല്ലെങ്കിൽ ഒരു ചിട്ടയായ പഠനം ആവശ്യമാണ്. ഇപ്പം നമുക്ക് എഞ്ചിനീയറിങ്ങിന് പോയാലും മെഡിസിന് പോയാലും CAക്ക് പോയാലും ചിട്ടയായ പഠനം ആവശ്യമാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും എക്സാമിനേഷൻ്റെ കാര്യത്തിലും അതിൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിരിക്കുന്നത്. അപ്പം എക്സാമിനേഷൻ വളരെ നല്ല പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. അത് പാസ്സാകണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏകദേശം 10 മുതൽ 12 വരെയുള്ള മണിക്കൂറുകളുടെ പഠനം ഒരു ദിവസം ആവശ്യമാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ പരീക്ഷ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി എഴുതി അത് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർമീഡിയറ്റിലേക്ക് കിടക്കാം. ഇൻ്റർമീഡിയറ്റിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 6 പേപ്പറുകൾ എഴുതണം. അതിനുശേഷം 2 സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾ എഴുതണം. ഇതിന് ശേഷമാണ് അവർ ഫൈനലിലേക്ക് കിടക്കുന്നതും. ഫൈനലിൽ ഈ പറയുന്ന പോലെ 6 പേപ്പറും 2 സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളും 2 വർഷത്തെ കമ്പൽസറി ആയിട്ടുള്ള ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങും നടക്കുമ്പോഴാണ് ഒരാൾക്ക് ചാർട്ടേഡ് അക്കൗണ്ട് ആകാൻ സാധിക്കുന്നത്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് ഏകദേശം 72,000 രൂപയാണ് ഈ 3-3.5 വർഷം എടുക്കുന്ന ഈ കോഴ്സിനുള്ള ഫീസ്. ഒരുപക്ഷെ നിസ്സംശയം പറയാൻ സാധിക്കും, ഇന്ത്യയിൽ ഇത്രയും ലളിതമായിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഫീസ് സ്ട്രക്ചർ ഇല്ല. കാരണം 72,000 രൂപയ്ക്ക് പലപ്പോഴും ഒരു സെമസ്റ്ററിലെ പോലും ഫീസ് ആകുന്നില്ല. ഈ 72,000 രൂപ ഈ 2 വർഷം നടക്കുന്ന ആർട്ടിക്കിൾഷിപ്പിൽ ഒരു വിദ്യാർത്ഥിക്ക് തിരിച്ചു കിട്ടും. കാരണം ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് ആദ്യത്തെ വർഷം 3,500 രൂപയും രണ്ടാമത്തെ വർഷം 4,500 രൂപയും സ്റ്റൈഫൻ്റ് ആയിട്ട് കൊടുക്കണം. ഇന്ന് മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലേക്കുള്ള സ്ഥാപനങ്ങൾ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് 25,000 മുതൽ 30,000 രൂപ വരെയൊക്കെ സ്റ്റൈഫൻ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അതൊക്കെ ഒരു സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ടുള്ള സ്റ്റൈഫൻ്റ് ഒക്കെ നേടുവാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് CA പാസ്സായ ഒരു കുട്ടിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഏകദേശം 75,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടിങ് സാലറി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം എത്രയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ടെങ്കിലും ഇന്ന് ആൾക്കാരെ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. കാരണം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഒത്തിരിയേറെ വേക്കൻസികൾ ഇന്ന് അവൈലബിൾ. നമ്മുടെ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ ഇസാഫ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും ഒക്കെ നിരവധിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രൊഫഷണൽസ് ഏതൊരു സ്ഥാപനത്തിലും വരേണ്ടത് അതിൻ്റെ സാമ്പത്തിക മേഖലയുടെ ഭദ്രതയ്ക്കും അവരുടെ സാമ്പത്തിക കാര്യങ്ങളുടെ കൃത്യമായ മുൻപോട്ടുള്ള യാത്രയ്ക്കുമൊക്കെ വളരെ ആവശ്യമാണ്. അപ്പം ആർക്കും ഇത് പാസ്സായി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളൊരു പേടിക്ക് ആവശ്യമില്ല. കാരണം പഠിച്ചു തീരുമ്പോൾ തന്നെ അവരെ കൊത്തിക്കൊണ്ടു പോകുവാനുള്ള രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. CA കോഴ്സിലെ പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകൾ നൽകുന്നതും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതും അതിൻ്റെ വാല്യുവേഷനും എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലപ്പോഴും പരസ്യങ്ങളിലൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. അത് കേന്ദ്രീകൃതമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ടിന് അണ്ടറിൽ വരുന്ന ഈ ബോഡിയാണ്. അപ്പം ഇതിനുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും തങ്ങളുടെ ഫൗണ്ടേഷൻ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ അതിൻ്റെ 4 പേപ്പറുകളുടെ പുസ്തകങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പാഠപുസ്തകങ്ങൾ അവിടെ നിന്ന് അയച്ചു കൊടുക്കും. ഫൈനൽ പരീക്ഷയ്ക്കുള്ള പാഠപുസ്തകങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അയച്ചു കൊടുക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ,
എക്സാമിനേഷൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഉത്തരങ്ങൾ എഴുതിയ ബുക്കുകൾ, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ, റെഫറൻസ് ബുക്കുകൾ എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ ബ്രാഞ്ചുകൾ, ഇന്ത്യയിൽ ഏകദേശം 165 ബ്രാഞ്ചുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യക്കുണ്ട്. അതിനകത്ത് സൗത്ത് ഇന്ത്യയിൽ 45 എണ്ണമുണ്ട്, 9 എണ്ണം കേരളത്തിലാണ്. ഈ 9 ബ്രാഞ്ചുകളും വളരെ വേൾഡ് ക്ലാസ് നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പോൾ കോട്ടയത്തെ കാര്യം പറയും, എറണാകുളത്തെ കാര്യം പറയുകയൊക്കെ ആണെങ്കിൽ ഏകദേശം 1 ഏക്കറിൽ പിറന്നു കിടക്കുന്ന ക്യാമ്പസുകൾ എല്ലായിടത്തുമുണ്ട്. 25,000 മുതൽ 30,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിംഗ് സൗകര്യങ്ങളുണ്ട്. അവിടെ അത്യാധുനികമായ ലൈബ്രറികളുണ്ട്, കമ്പ്യൂട്ടർ സെന്ററുകളുണ്ട്, ലാബുകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന് പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഇത് കോട്ടയം ബ്രാഞ്ചിന്റെ ഒരു ഡയറക്ടറിയാണ്, അതിന്റെ ബിൽഡിങ്ങിന്റെ പടമാണ്. അപ്പം ഏകദേശം 1000-ഓളം ചാർട്ടേഡ് അക്കൗണ്ടന്മാർ കോട്ടയത്തുണ്ട്. അപ്പോൾ അവരെ ഉൾക്കൊള്ളിച്ചുള്ള വിവരങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. ഇനി പഠനശേഷവും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർഷിപ്പ് എല്ലാ വർഷവും റിന്യൂ ചെയ്യണം. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും ആകർഷകമായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഏകദേശം 40-50 മണിക്കൂറോളം കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരുടെ കഴിവുകൾ ഓരോ ദിവസവും മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് പുതിയ പുതിയ അറിവുകൾ കൊടുക്കണം. അപ്പോൾ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നടത്തുന്ന ഉത്തരവാദിത്തം ബ്രാഞ്ചുകൾക്കാണ്. അത് ഓൺലൈനായിട്ടും പലപ്പോഴും നടക്കാറുണ്ട്, കൂടുതലും ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചുകൾ നടത്തുന്നു. അപ്പോൾ അവിടെ വിദഗ്ധരായ ആൾക്കാർ, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു. വൈകുന്നേരങ്ങളുള്ള സെമിനാറുകളുണ്ട്, റെസിഡൻഷ്യൽ സെമിനാറുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് റീജിയനുകൾ, ചെന്നൈയിലും ബോംബെയിലും ഒക്കെ വെച്ചുള്ള നിരവധിയായ പ്രോഗ്രാമുണ്ട്. കഴിഞ്ഞ വർഷം ബോംബെയിൽ വെച്ച് ഒരു അക്കൗണ്ടൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടൻസ് കോൺഫറൻസ് നടന്നു. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ 120 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇത് നടന്നത്. അപ്പം ഏകദേശം 130ഓളം രാജ്യങ്ങളിൽ ഏകദേശം 15,000-ഓളം ആൾക്കാർ ബോംബെയിൽ നടന്ന ആ ഒരു ആഗോള അക്കൗണ്ടിങ് കോൺഫറൻസ് നടന്നു. അപ്പം നിരവധിയായ പ്രബന്ധങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖല വളരുന്നു എന്നുള്ളത് പലരുമൊക്കെ നോക്കിക്കാണുന്ന ഒരു മേഖലയാണ്. അപ്പം ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ അക്കൗണ്ടിങ് ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പം ഇതിന്റെ മെമ്പേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒരു വലിയ റെക്കഗ്നേഷൻ ഉണ്ട്, നമ്മുടെ രാജ്യത്ത് വളരെ വലിയൊരു റെക്കഗ്നേഷൻ ഉണ്ട്. ഈവൻ മറ്റ് രാജ്യങ്ങളിൽ പോലും ഈ കോഴ്സ് പാസ്സായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ 8 വർഷം ഫിനാൻഷ്യൽ കൺട്രോളറായിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റുമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് ഇസാഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ CFO ആകാൻ സാധിച്ചു, അതിന്റെ മാർക്കറ്റിംഗ് ഉണ്ടാകാൻ സാധിച്ചു. അപ്പം ഈ ഒരു വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലും പുരോഗതി ഉണ്ടാകാൻ സാധിച്ചതും എൻ്റെ വീടിനും എൻ്റെ സമൂഹത്തിനും ഒക്കെ എനിക്ക് എന്തെങ്കിലും എളിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതും ഒക്കെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു സാധാരണക്കാരനായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ CA എന്ന് പറയുന്ന ഒരു കോഴ്സ് എനിക്ക് പഠിക്കാൻ സാധിച്ചു. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ എൻ്റെ വീടിന്റെ പിന്തുണയുണ്ട്. എൻ്റെ ചേട്ടൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. അപ്പം എൻ്റെ കുടുംബത്തിന്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ എൻ്റെ ഒരു സമൂഹത്തിന്റെ പിന്തുണ, എൻ്റെ എന്താ പറയുക, പ്രത്യേകമായി പറയുകയാണെങ്കിൽ എൻ്റെ പള്ളിയുടെയും ഒക്കെ ഒരു പിന്തുണ ഇതിനകത്തുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അപ്പം ഒരിക്കൽ പോലും ഒരു CA പഠിച്ച ഒരു വ്യക്തിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കൽ പോലും നാളെ ദുഃഖിക്കേണ്ടി വരികയില്ല, ഞാൻ എന്തിനീ കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളല്ലല്ലോ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അപ്പൊ നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ ആ ഒരു 2 അക്ഷരം, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു 2 അക്ഷരം നമുക്ക് ക്യാരി ചെയ്യാനും, അത് മറ്റുള്ളവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട് വളരെ വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇത് പഠിച്ച ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും, നമുക്ക് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനപ്പെട്ട ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ ഈ ഒരു വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചു. കാരണം എൻ്റെ 30ാമത്തെ വയസ്സിൽ എനിക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഫിനാൻഷ്യൽ കൺട്രോളർ ആകാൻ സാധിച്ചതും ഒക്കെ ഈ ഒരു CA കോഴ്സ് പഠിച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് എവിടെ ചെന്നാലും ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരു പ്രയോറിറ്റി ലഭിക്കുകയും ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഞാൻ വിദ്യാർത്ഥികളോടൊക്കെ, എൻ്റെ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്ന വിദ്യാർത്ഥികളോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് രാജ്യത്ത് വേണമെങ്കിലും നോക്കൂ, ഏത് കോഴ്സുകൾ വേണമെങ്കിലും പഠിച്ചു, അതിൻ്റെയൊക്കെ പക്ഷേ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണം. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്, നമ്മൾ അതിനെയൊന്നും കുടിയേറ്റങ്ങളെ ഒന്നും എതിർത്തിട്ടില്ല. പക്ഷേ
അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊരു രണ്ടാം തരക്കാരായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഞാൻ പഠിച്ചിട്ട് പോയത് ഒരു +2 മാത്രമേ ഉള്ളൂ, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആ +2കാരന് ലഭിച്ച സാലറിയേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിലൂടെ എനിക്കൊരു പാർട്ട് ടൈം ജോലി ലഭിക്കുന്നുണ്ട്, എൻ്റെ പഠനം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എനിക്ക് കുടുംബമായി കുട്ടികളായി നാട്ടിലെ ലോൺ റീപേ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യണം, ഓവർ ടൈം എടുക്കണം, അപ്പോൾ എനിക്ക് സന്തോഷത്തിലുള്ള സമയമില്ല, ജീവിക്കാനുള്ള സമയമില്ല. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇവിടെ തന്നെ നല്ല കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. CA പോലുള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ ടോപ്പ് പൊസിഷനിലേക്ക് വരാൻ സാധിക്കും. ഈ ടോപ്പ് പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു നല്ല ആത്മാഭിമാനം വരുന്നു, നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നു. നമുക്ക് മറ്റു ആൾക്കാർക്കും നമുക്ക് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ സാധിക്കുകയും അവരോടൊപ്പം പല പ്രവർത്തനങ്ങളിലും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ എടുത്ത മേഖല നല്ലതാണെന്ന് തന്നെ എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ബോധ്യത്തിലൂടെ വരുന്നുണ്ട്, സമൂഹത്തിൽ നിന്നും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്താലും നമ്മൾ ഉത്തമ ബോധ്യത്തോടെ ചെയ്യുക. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ വളരെ നല്ലൊരു മേഖലയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കടന്നു വരാൻ സാധിക്കും. അപ്പോൾ വരുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നമുക്ക് തന്നെയൊക്കെ നല്ല സേവനം ചെയ്യുന്നവരായിട്ട് വളരാം. നമുക്കൊരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാനും നല്ല ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.